ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി ഒരു അമ്പലത്തിൽ പോക്കാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അമ്പലമാണ്. എന്നിട്ട് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. നമുക്കൊരു അമ്പലത്തിൽ പോയാലോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഒരു അമ്പലം. അമ്പലത്തിൻ്റെ പേര് ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം. അമ്പലം നിൽക്കുന്നത് വെണ്ടാറാണ്. വെണ്ടാറ് കോട്ടാത്തില പടിഞ്ഞാറ്, തേവലപ്പുറം കിഴക്കെന്ന് പറയും. ഈ അമ്പലത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഈ അമ്പലത്തിൽ ഏകദേശം 327 സ്റ്റെപ്പുണ്ട് നമുക്ക് കയറാനായിട്ട്. 2 ഘട്ടമായിട്ട് കയറാം. നമുക്ക് കുറച്ചുകൂടെ ടോപ്പിലായിട്ട് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടും കയറാൻ പറ്റും. പിന്നെ നമുക്ക് ഈ അമ്പലത്തിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18 പടിയുണ്ട് ഈ അമ്പലത്തിൽ. 18 പടിയിൽ ആൾക്കാർ ഈ ശബരിമല പോകുന്ന കൂട്ട് ഇരുമുടി കെട്ടും കെട്ടി പടി ചവിട്ടുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് സ്ത്രീക്കും കയറാൻ പറ്റും. പടി ചവിട്ടി 18 പടിയും ചവിട്ടി സ്ത്രീക്കും കയറാൻ പറ്റും. പിന്നെ ഈ അമ്പലം നിൽക്കുന്നത് ഒരു പാറയുടെ മുകളിലായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പാറയ്ക്കും കുറേ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഈ അമ്പലത്തിൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ തിരുമേനിയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. ഈ കുറേ പണ്ട് കാലത്ത് ഈ പാറ മുകളിൽ ഈ മൂലസ്ഥാനമുണ്ട്, ഇപ്പോഴും ഉണ്ട് മൂലസ്ഥാനം. ഇവിടെ വിളക്ക് വെക്കും, കൽവിളക്ക് വെക്കാനായിട്ട് ആൾക്കാർ വരുമായിരുന്നു. ആ സമയത്ത് ഈ നല്ല കാറ്റ് കാരണം കൽവിളക്ക് കത്തത്തില്ല, വിളക്ക് കത്തത്തില്ല. ഈ സമയത്തൊരു പ്രായം ചെന്നൊരാൾ വ്യക്തി പറഞ്ഞ് ഈ കൽവിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഒരു കരിക്ക് ഉടച്ചിട്ട് കൽവിളക്ക് കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ കത്തുന്നുണ്ട്. അന്നേരം ഈ കാറ്റിനൊക്കെ നല്ല ശമനമുണ്ട്, കാറ്റൊന്നും അടിക്കത്തില്ല, വിളക്ക് കത്തുന്നുണ്ട്. അതിനുശേഷം ഇവർ ഇറങ്ങിപ്പോകുമ്പോൾ സന്ധ്യയാകുമ്പം ഈ വന്ന് പ്രായം ചെന്ന ആളോട് ഇവരെ കൂടെ പോയിട്ട് പകുതി ചെല്ലുമ്പം ഈ വ്യക്തിയെ കാണാതാവും. അങ്ങനെ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പം ഇവിടെ ശിവൻ്റെയും പാർവതിയുടെയും സാന്നിധ്യം കണ്ടെത്തി. അതിനുശേഷം ശിവനെയും പാർവതിയും മാറ്റി പ്രതിഷ്ഠ നൽകി. ഈ ശിവനും പാർവതിക്കും വേണ്ടി ഇവിടെ ഒരു നേർച്ചയുണ്ട്. നന്ദികേശനെ മണി കെട്ടുന്നൊരു നേർച്ചയുണ്ട്. എന്ന് പറഞ്ഞാൽ 7 മണി കെട്ടി 7ാമത്തെ മണി കെട്ടിയതിന് ശേഷം നമ്മളൊരു കരിക്കുടച്ചു കഴിഞ്ഞാൽ കാര്യസാഫല്യം ഉണ്ടാവുമെന്നാണ് ഒരു വിശ്വാസം. അതിനുശേഷം ഈ അമ്പലത്തിൽ ദേവപ്രശ്നം വെച്ചപ്പം അയ്യപ്പൻ്റെയും ഗണപതിയുടെയും മുരുകൻ്റെയൊക്കെ സാന്നിധ്യം കണ്ടെത്തി. അതിനുശേഷം അവർക്കും പ്രതിഷ്ഠകൾ കൊടുത്ത് അയ്യപ്പന് വലിയ അമ്പലമായിട്ട് പണിഞ്ഞ് 18 പടിയും കൊടുത്ത്. അതൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യങ്ങൾ. ഇനി ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം എനിക്ക് അത്രയും അറിയത്തില്ല. കുറച്ച് കാര്യങ്ങൾ തിരുമേനിയുടെ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. പിന്നെ നല്ലൊരു സ്ഥലമാണ് അമ്പലം നിൽക്കുന്നത്. പിന്നെ നമുക്കിവിടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ കഞ്ഞി കിട്ടും. കഞ്ഞിയും കറിയും, നല്ല കഞ്ഞിയും കറിയും നമുക്ക് അമ്പലത്തിൻ്റെ നേർച്ചയായിട്ട് കൊടുക്കുന്നതുണ്ട്, അല്ലാതെ ഭക്തരെ നേർച്ചയായിട്ട് കൊടുക്കുന്നതുണ്ട്. എല്ലാ ഞായറാഴ്ച രാവിലെ 7 മണി തൊട്ട് 10 മണി വരെയാണ് കഞ്ഞി കിട്ടുന്നത്. ഞാൻ കുറച്ച് കഞ്ഞിയൊക്കെ മേടിച്ച് കുടിച്ച് ഈ അമ്പലത്തിൽ